നമസ്കാരം. നമ്മൾ ഇന്ന് പതിവില്ലാത്തൊരു പരിപാടിയാണ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ വന്നൊരു ലൈവ് ചെയ്യാണ്. എന്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നസീർ ഹുസൈൻ കിഴക്കേടത്തുണ്ട്. ഫേസ്ബുക്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കുറിപ്പുകളൊക്കെ വായിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ വേറൊരു ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീം കഴിഞ്ഞ 18 വർഷമായിട്ട് സൗദിയിലെ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ജീവൻ രക്ഷിക്കാനുള്ള ഒരു 4 ദിവസങ്ങൾ കൂടിയാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. 24 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. 34 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ മോചനത്തിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും പണം അതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ട്, നോക്കിയാൽ കാണാം, സേവ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞൊരു ആപ്പ്. ആ ആപ്പിൽ നമുക്ക് ലൈവായിട്ട് നോക്കിയാൽ പൈസ വന്ന് മറയുന്നത് ഇങ്ങനെ കാണാം. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ തന്നെ 24, 45, 65, 400 രൂപ കാണുന്നുണ്ട്. ഇതിപ്പോ 25 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് അണ്ണാറ കണ്ണിനും തന്നാലായത് എന്നല്ലേ പറയാ. അതുപോലെ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ 1 രൂപ മുതൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ 1 രൂപ പോലും വളരെ വിലപ്പെട്ടതാണ്, ഒരു മനുഷ്യ ജീവനാണ്. ബോബി ചെമ്മണ്ണൂർ ഈ വിഷയത്തിൽ ഇറങ്ങി പുറപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ നല്ല പ്രവൃത്തിയെ ഭയങ്കരമായിട്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എല്ലാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ചാനലുകളും ഒക്കെ രംഗത്തുണ്ട്. അപ്പൊ നമുക്കും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഈ ഉദ്യമത്തിൽ ഒന്ന് പങ്കുചേരാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം, നിങ്ങളെ ലൈവിലിരിക്കുന്ന അത്രയും സമയം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസ, 1 രൂപയാണെങ്കിൽ 1 രൂപ, 2 രൂപയാണെങ്കിൽ 2 രൂപ, എത്രയാണ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഇടാൻ വേണ്ടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായിട്ട് പൈസ ഇടുന്നതിനെ കുറിച്ച് സംസാരിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. സേവ് അബ്ദുൾ റഹീം എന്നാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് അതിലേക്ക് പണം നിക്ഷേപിക്കാം. അത് കൂടാതെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ആരാണ് ഏറ്റവും കൂടുതൽ പണം ഇട്ടത്. പണം കൂടിക്കൂടി വരുന്നത്, 1 രൂപ മുതൽ പൈസ കൂടിക്കൂടി വരുന്നത് കാണാം. അപ്പൊ നമുക്ക് നസീർ ഹുസൈനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ബോറടിക്കാതെ നമുക്ക് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം. അതിന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ പൈസ ഇടാൻ വേണ്ടി ഓർമ്മിപ്പിക്കുക. നോക്കൂ, നമ്മള് പല പല വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നവരാണ്. നമ്മൾ രണ്ടുപേരും തന്നെ കാനഡയിലും അമേരിക്കയിലും ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ അറബ് രാജ്യങ്ങളിലേക്ക് ഒരുപാട് പേര് പോകുന്നുണ്ട്. സൗദി, ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളെ മനുഷ്യർ പറയും, നമ്മളെല്ലാ ദുരിതങ്ങളും അനുഭവിക്കാൻ തയ്യാറായിട്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമമാണ്, അവിടുത്തെ ശിക്ഷാ രീതികളാണ്, അവിടുത്തെ ജീവിത രീതികളാണ്, അതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറായിട്ടല്ലേ പോകുന്നത്. അപ്പൊ അവിടെ ഇത്തരം ശരീഅത്ത് നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന രാജ്യമാണെന്ന് അറിഞ്ഞു, അവിടെ പോയി അവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടു. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി അവിടെ കിടന്ന് ഈ ബഹളം വെക്കുന്നത്? അപ്പൊ അതിനോട് പൊരുത്തപ്പെട്ട് അങ്ങനെ പോവുകയല്ലേ വേണ്ടതെന്ന് ആളുകൾ പറയുന്നുണ്ട്. ഇത് മതപരമായൊരു വിഷയമായിട്ടാണോ നമ്മൾ പരിഗണിക്കുന്നത്? ശരിയാ നിയമത്തിന്റെ ഒരു വിഷയമാണോ? അതോ ഒരു മനുഷ്യാവകാശ ലംഘനമാണോ? ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയാണോ? നമ്മൾ ഈ വിഷയത്തെ പ്രാഥമികമായിട്ട് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അതുകൊണ്ട് സുനിത എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് വളരെ നന്ദി. കാര്യം പൊതുവെ ഒരു യുക്തിവാദി വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ എന്തിനാണ് പങ്കെടുക്കുന്നത്, എന്തിനാണ് സൗദി അറേബ്യക്ക് പൈസ കൊടുക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി പറയാൻ പോകുന്നത് എന്നൊരു സംശയം ഈ സ്ട്രീം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ഉണ്ടാവും. അമേരിക്കയിലെ കഥ തന്നെ പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു പ്രൊജക്ട് ഉണ്ട്, ഇന്നസെൻസ് പ്രൊജക്ട്. ഇന്നസെൻസ് പ്രൊജക്ട് DNA ടെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് ജയിലിലാക്കപ്പെട്ട, പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് കഴിയുന്ന അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുടെ DNA ടെസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം അവരുടെ നിഷ്കളങ്കത ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറെ ആളുകൾ ചേർന്ന് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. 1989 മറ്റാണ് ഇത് തുടങ്ങുന്നതിന്റെ ഒരു ഓർമ്മ. ഇതുവരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും ജയിലിൽ ജീവപര്യന്തം ഇരുന്നവരുമായ 575 ആളുകളെ ഇതിനകം മോചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ DNA-യും ഈ പ്രതി എന്ന് പറയുന്ന ആളുകളുടെ DNA-യും തമ്മിൽ മാച്ച് ആകുന്നില്ല. അപ്പോ ഇത്തരുണത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ആളുകളെ നമ്മൾ കൊന്നുകളഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പൊ അതാണ് എന്റെ ഏറ്റവും ആദ്യത്തെ വധശിക്ഷയുമായിട്ടുള്ള ഒരു പ്രശ്നം. ഇറിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരിച്ച് മാറ്റാൻ കഴിയാത്തൊരു കാര്യമാണ് വധശിക്ഷ എന്ന് പറയുന്നത്. നമ്മളൊരാളെ 10-20 വർഷം ജയിലിൽ ഇട്ട് കഴിഞ്ഞ് അയാൾ നിഷ്കളങ്കനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ചെയ്തത് തെറ്റാണെങ്കിൽ കൂടി ആ മനുഷ്യനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഈ മനുഷ്യാവകാശങ്ങളുടെ കാര്യം. UN മനുഷ്യ അവകാശ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ജീവന് വേണ്ടിയുള്ള അവകാശം, ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യ അവകാശമാണ്, സ്വയം ജീവിക്കുക എന്നുള്ളതിന്റെ. മറ്റൊന്ന്,
പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ നമ്മൾ നോക്കിയാൽ സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ ആളുകളായിരിക്കും. സാമ്പത്തികമായും സാമൂഹികപരമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത്. വളരെ പൈസയുള്ള, വളരെ ഉന്നത നിലയിലുള്ള ആളുകൾ ഒരാളെ ഞാൻ കേരളത്തിലെ തന്നെ ഒരു പത്രപ്രവർത്തകനെ ഒരു കാർ അപകടത്തിൽ മരിച്ചു, കൊലപ്പെടുത്തി മരിച്ച, എന്ത് വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഒരു കേസിന്റെ കൂടി ഭാഗത്തേക്ക് പോവാണ്. നമ്മളുടെ പ്രിവിലേജ് നമ്മൾക്ക് ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ആ കേസും മറ്റ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് വധശിക്ഷയുടെ കാര്യത്തിൽ. അപ്പോ എന്തുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്? വധശിക്ഷ എന്ന് പറയുന്നത് എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന്. രണ്ട്, എങ്ങനെ ആയിരിക്കണം ശിക്ഷ എന്നുള്ളതൊന്ന്. കാര്യം ഇപ്പോൾ 18 വർഷത്തോളം ഇദ്ദേഹം ജയിലിലായിരുന്നു. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സംഭവത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മൾ അപഗ്രഥിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് കലാശിച്ച ഒരു സംഭവം നമ്മൾ അപഗ്രഥിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ഇദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടത് എന്നുള്ള, അത് കുറ്റകൃത്യം കോടതിയിൽ തെളിയിക്കപ്പെട്ടതായാലും അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ ശിക്ഷിക്കാനുള്ളതാകരുത്, മറിച്ച് സമൂഹത്തിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒന്നായിരിക്കണം എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഫിൻലാൻഡിലും മറ്റുമുള്ള ഓപ്പൺ ജയിലുകളും മറ്റുമാണ്. നമ്മൾ ഒരാള് കുറ്റം ചെയ്യുന്നത് പല പല സാഹചര്യങ്ങളുടെയും അയാൾ വളർന്നു വന്നതിന്റെയും പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ആണ് ആധുനിക ശാസ്ത്രവും ആധുനിക സാമൂഹിക ശാസ്ത്രവും മറ്റും പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരാളെ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അയാൾക്ക് തൊഴിൽ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്ന പരിപാടികളാണ് വളരെയധികം ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നോട്ട് നിൽക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ ഫിൻലാൻഡും നോർവേയും പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ അതാണ് മറ്റൊരു വശം. അപ്പോ വധശിക്ഷ പാടില്ല എന്നുള്ള ഒരു പോയിന്റ്. രണ്ട്, ശിക്ഷിക്കുക എന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ചില ഗോത്രവർഗ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിന് പകരം ആധുനിക ജനാധിപത്യ ബോധത്തിലുള്ള ചില അടിസ്ഥാന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ഒന്നാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ലൈവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കയറി വന്നവരോട് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കമന്റിൽ നമ്മൾ അബ്ദുൾ റഹീമിന്റെ ആപ്പ്, സേവ് അബ്ദുൾ റഹീം എന്നുള്ള ആപ്പ് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 രൂപയെങ്കിലും കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 100 രൂപയുണ്ട്, എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ 1 രൂപ പോലും വളരെ വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ ജീവനാണ്. 34 കോടി രൂപയാണ് സമാഹരിക്കേണ്ടത്. മലയാളികൾ എല്ലാവരും ഈ ഒരു ഉദ്യമത്തിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം. അപ്പൊ നമ്മൾ അബ്ദുൾ റഹീമിന് ഒരു വധശിക്ഷ വിധിക്കപ്പെട്ട് ഒരു വിദേശത്തെ ജയിലിൽ കഴിയുന്ന, സൗദിയിലെ ജയിലിൽ കഴിയുന്ന ഒരു മനുഷ്യന് വേണ്ടി എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം മലയാളികൾ വളരെ ഹൃദയപൂർവ്വം അത് ആവശ്യപ്പെടുന്ന ഒരു മനുഷ്യജീവന്റെ വില എത്രയാണ് എന്നൊരു വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അതിഥി നസീർ ഹുസൈൻ കിഴക്കേടത്താണ്. ഒരു മനുഷ്യന്റെ ജീവന് വിലയിടുന്നത് ആരാണ് ശരിക്കും വിലയിടേണ്ടത്? അവനവനാണോ മനുഷ്യജീവന് വിലയിടേണ്ടത്? അതോ ഏതെങ്കിലും രാജ്യങ്ങളാണോ? അതോ ജനാധിപത്യ രാജ്യത്തുള്ള മനുഷ്യർക്ക് വേറെ വിലയും മറ്റ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേറെ വിലയുമാണോ? അതല്ലെങ്കിൽ ഒരാൾ കുറ്റവാളിയായി കഴിഞ്ഞാൽ മറ്റ് എതിർപക്ഷത്ത് നിൽക്കുന്ന വാദിയാണോ ഒരു മനുഷ്യജീവന് വിലയിടേണ്ടത്? അബ്ദുൾ റഹീമിന്റെ ജീവന്റെ വില എത്രയാണ്? അപ്പോ ഇത് ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് യഥാർത്ഥത്തിൽ. ഇപ്പോ നീതിയെ കുറിച്ചുള്ള പല ഡിസ്കഷനും പലപ്പോഴും ടച്ച് ചെയ്തു പോകുന്ന ഒരു പോയിന്റ് ആണ് മനുഷ്യൻ ജീവന്റെ വില. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യജീവന വില ഇടുന്നുണ്ട് ആക്ച്വലി. കാരണം പണ്ട് ഒരു കേസിൽ ഒരു കാറിന്റെ സുരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു ഏത് കാർ കമ്പനിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവർക്കൊരു കാറിന് ഒരുപക്ഷെ $15 എക്സ്ട്രാ ചിലവാക്കിയാൽ ഏതാണ്ട് 500ഓളം ജീവനുകൾ രക്ഷിക്കാമായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അപ്പൊ അവർ പറയുന്നത് ഈ 500ഓളം മനുഷ്യജീവന് പകരം നമ്മൾ ഒരു കാറിന് $15-20 വെച്ച് എക്സ്ട്രാ സുരക്ഷാ ഉപകരണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലവാകുന്ന തുക വളരെയധികം മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്. അപ്പൊ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ഔട്ട്റേജ് ഉണ്ട്. കാരണം നമ്മൾ മനുഷ്യന് വിലയിടുന്നു എന്ന് പറയുന്നത് സാധാരണയായി മനുഷ്യന് ആലോചിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്, ഒരു വിഷയമാണ്. പക്ഷെ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും മനുഷ്യജീവന് വിലയിട്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അമേരിക്കയിലെ സിവിൽ വാർ സമയത്ത് നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിർബന്ധിത സൈനിക സേവനത്തിന്റെ സമയത്ത്
വളരെ പൈസയുള്ള കാർണികയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ അമേരിക്കയിലെ ധനാഢ്യന്മാർക്ക് എന്തായാലും യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല. അപ്പോൾ അതിലൊരു ഓപ്ഷൻ എഴുതി ചേർത്തു. എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒന്നുകിൽ നിർബന്ധിത സൈനിക സേവനം നടത്താം, അല്ലെങ്കിൽ അവർക്ക് വേറൊരാളെ പൈസ കൊടുത്ത് കണ്ടുപിടിക്കാം, എന്നിട്ട് അവരെ അയക്കാം. അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പത്രങ്ങളിലെല്ലാം പരസ്യം വരുമായിരുന്നു, ഈ ഡ്രാഫ്റ്റ് ചെയ്ത ആളുകളെ പകരമായിട്ട് പോകാനായിട്ട് $1000. അന്നത്തെ കാലത്ത് വലിയൊരു തുക, $1000, $2000. അപ്പൊ അങ്ങനെ സംഭവിച്ചു. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഒരു മനുഷ്യൻ ജീവന്റെ വില? ഇത് തന്നെയാണ് ശരിക്കും പട്ടാളക്കാരെ സെലക്ട് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പട്ടാളത്തിൽ പോകാതെ ഇപ്പൊ നമ്മൾ വോളണ്ടറി മിലിറ്ററി സർവീസ് എന്നാണ് സാധാരണ സൈനിക സേവനത്തിന് പറയുന്നത്. വോളണ്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ വോളണ്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് പൈസ കിട്ടാതെ ഫയർ ഫൈറ്റിംഗ് എല്ലാം ചെയ്യുന്നതിനാണ്. പക്ഷെ സൈന്യത്തിൽ നമ്മൾ വോളണ്ടറി എന്ന് പറയുന്നത് നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി വോളണ്ടിയർ ചെയ്യുന്ന ഒരാൾ തിരിച്ച് പണം സ്വീകരിച്ചുകൊണ്ട് സൈനിക സേവനം ചെയ്യുന്നു എന്നുള്ള. അപ്പോ രാജ്യസ്നേഹം അതിന്റെ കുറ്റബോധം മാറ്റാൻ വേണ്ടിയില്ലേ നമ്മൾ ഭയങ്കര ദേശസ്നേഹികളായിരിക്കുന്നത്. ദേശസ്നേഹം ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കല്ലോ നമ്മൾ കുറ്റബോധം തീർക്കാൻ. എക്സാക്ട്ലി. ഇപ്പോ ഇന്ത്യയിലെ സൈന്യത്തിൽ ഏറ്റവും കുറവ് ആളുകളുള്ള ഒരു സംസ്ഥാനമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ദേശസ്നേഹത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. അപ്പോ അതിന്റെ കാരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ സൈന്യത്തിലേക്ക് ആളുകൾ പോകുന്നതും എപ്പോഴും ദേശസ്നേഹം കൊണ്ട് തന്നെ ആകണമെന്നില്ല. അല്ലെങ്കിൽ ഒരാൾ പോകാതിരിക്കുന്നതിന്റെ കാരണവും സാമ്പത്തികമായിട്ട് ഇപ്പോ വളരെയധികം പൈസയുള്ള അദാനിയുടെയോ അംബാനിയുടെയോ മക്കൾ സൈന്യത്തിൽ അധികം നമ്മൾ കാണുന്നില്ല. പൊതുവെ നമ്മൾ കാണുന്നത് സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള നിൽക്കുന്ന ആളുകളാണ് കൂടുതൽ. കാര്യം അവർക്കൊരു വരുമാന മാർഗം എന്ന നിലയ്ക്ക് കൂടിയാണ് പോകുന്നത്. ഇങ്ങനെ കുറെ അധികം ഉദാഹരണം. മറ്റൊന്ന്, സോഷ്യൽ സയൻസിൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന ചില പരീക്ഷണങ്ങൾ. ഒന്ന് ട്രോളി എക്സ്പെരിമെന്റ് ആണ്. ഈ ട്രോളി എക്സ്പെരിമെന്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. ട്രോളി എക്സ്പെരിമെന്റ് പറയുന്നത് നിയന്ത്രണമില്ലാതെ ബ്രേക്ക് ഇല്ലാതെ പോകുന്ന ഒരു റെയിൽവേ ട്രോളി നേരെ പോയാൽ 5 കുട്ടികൾ ഇടിച്ചു മരിക്കുകയും 5 കുട്ടികൾ കൊല്ലപ്പെടുകയും, അതേസമയം ഒരു ലിവർ വലിച്ചാൽ ആ ട്രോളി തിരിഞ്ഞ് വേറൊരു വഴിക്ക് പോവുകയും അതിൽ ഒരു കുട്ടി മരിക്കുകയും ചെയ്യും എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ നിങ്ങൾക്കാണ് ആ ലിവർ വലിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിവർ വലിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ പൊതുവെ ആളുകൾ പറയുന്നത് ഞാൻ ആ ലിവർ വലിക്കുകയും ട്രോളി നമ്മൾ ഈ 5 പേരെ ഇടിക്കുന്നതിന് പകരം ഒരു ആളെ ഇടിക്കുന്ന വഴിയിലേക്ക് മാറ്റും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് വെച്ചാൽ അതിനാണ് നമ്മൾ യൂട്ടിലിറ്റേറിയൻ തിയറി എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ആളുകൾക്ക് അപകടം വരുന്നതിന് പകരം ഒരാൾക്ക് അപകടം വരുന്നതിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ ഒരു സമ്പത്തും സന്തോഷവും കൂടുതൽ ആളുകളിലേക്ക് വിതരണം ചെയ്യപ്പെടുക എന്നുള്ള ഒരു തിയറി ഉണ്ട്, യൂട്ടിലിറ്റേറിയൻ തിയറി എന്ന് പറയുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പേരുടെ ജീവിതത്തിനേക്കാൾ ചെറുതോ വലുതോ അല്ല ഒരാളുടെ. അപ്പോ അത് പ്രത്യേകിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെയുള്ള ഒരു കുട്ടി നമ്മുടെ കുട്ടിയാന്ന് നോക്കുക, നമ്മുടെ മകനാന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനാവാം, ആരെങ്കിലും ആണെന്ന് നോക്കുക. നമ്മൾക്ക് രക്തബന്ധമുള്ള നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ. ഇപ്പുറമുള്ളത് നമുക്ക് അറിയാനേ പാടില്ലാത്ത ആൾ. അപ്പൊ നമ്മളുടെ എന്താ പറയാ ചിന്താഗതി മാറാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജീവന്റെ വില എന്ന് പറയുന്നതും മറ്റു കാര്യങ്ങളും റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഇപ്പൊ സുനിത ആദ്യം ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും മാത്രം ആളുകൾ ഒരാൾക്ക് വേണ്ടി 3 കോടി ജനസംഖ്യയിൽ 30 കോടി പിരിക്കാൻ നോക്കുന്ന ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട്? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ പറയുന്നത് മനുഷ്യന് ജനിക്കുമ്പോൾ തന്നെ മറ്റു മനുഷ്യനോട് സ്നേഹം ഉള്ളതായിട്ടാണ് ജനിക്കുന്നതെന്നാണ്. അതിനും പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ജാതി, മതം, ഭാഷ, രാഷ്ട്രം ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ നമ്മളുടെ സ്നേഹത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഗോവിന്ദചാമി നമ്മളുടെ നാട്ടിൽ വന്നൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചാൽ നമ്മൾ സന്തോഷിക്കുകയും, എന്നാൽ മറ്റൊരു രാജ്യത്ത് പോയ വേറൊരാള് വധശിക്ഷ വിധിക്കുമ്പോൾ നമുക്ക് സങ്കടം വരികയും ചെയ്യുന്നത് ഈ ലേണിംഗ് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. നമ്മളുടെ അകത്തുള്ള നമ്മളുടെ ഭാഷ, നമ്മളുടെ പക്ഷെ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തുന്നു നോക്കുക. അതിൽ നടത്തിയ പരീക്ഷണം കുട്ടികളിലാണ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അപ്പൊ 1 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് എന്തായാലും മതം എന്താണ്, ജാതി എന്താണ്, രാഷ്ട്രം എന്താണ്, ഭാഷ എന്താണെന്ന് അറിയില്ല. ആ കുട്ടികളെ വെച്ചിട്ട് ഒരു പരീക്ഷണം എനിക്ക് തോന്നുന്നു യേൽ യൂണിവേഴ്സിറ്റിയിലാണ് നടത്തിയത്. ആ പരീക്ഷണത്തിന്റെ ഡീറ്റെയിൽസ് ഒരു കുട്ടിക്ക് ഒരു പാവകളി പോലെ കാണിച്ചു കൊടുക്കും. ഒരു പാവ അതിന്റെ കയ്യിൽ നിന്നൊരു പന്ത് നഷ്ടപ്പെടുമ്പോൾ അത് എടുക്കാൻ ശ്രമിക്കുകയും മറ്റൊരു പാവ വന്നിട്ട്
ഈ മറ്റേ പാവയെ തടസ്സപ്പെടുത്തുകയും എടുക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ ആക്ട്. രണ്ടാമത്തെ ആക്ട് കാണിക്കുന്നത് ഇതേ സംഭവം തന്നെ, ഈ പാവയുടെ കയ്യിൽ നിന്നും ബോൾ നഷ്ടപ്പെടുന്നു, മറ്റൊരു പാവ വന്ന് അതിനെ പന്തെടുക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ രണ്ട് ആക്ട് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കാണിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് സഹായിച്ച പാവയെ സഹായിക്കാൻ എതിർത്ത പാവയും കൊണ്ട് കാണിക്കുമ്പോൾ കുട്ടി ആദ്യം കൈ നീട്ടുന്നത് സഹായിച്ച പാവയാണ്. അങ്ങനെ അത് റിപ്പീറ്റഡ് ആയിട്ട് ഏതാണ്ട് 80% കുട്ടികളാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പരീക്ഷണം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നത് തന്നെ ശാസ്ത്രത്തിൽ പലപ്പോഴും മിറർ ന്യൂറോൺസ്, അത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അത് കൂടുതൽ അറിവുള്ളവർ പറയേണ്ട കാര്യം. പക്ഷെ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഒരാൾക്ക് വേദന ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ വേദനയായിട്ട് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം മനുഷ്യനിലുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പോ അറ്റ് വർക്ക്. കാര്യം നമ്മളിപ്പോ കണ്ടില്ല 25 കോടി സുനിത പറഞ്ഞ പോലെ ആപ്ലിക്കേഷനിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കുന്നത് മനുഷ്യൻ മറ്റു മനുഷ്യരെ, ഇപ്പോ റോഡ് സൈഡിൽ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്ന് ചോദിക്കുന്നത് ഇയാൾ ഏത് രാജ്യത്തെ ആളാണ് ആരാണെന്നല്ല, നമ്മൾ സഹായിക്കാണെന്ന് നോക്കുന്നത്. ആ ഒരു മിറർ ന്യൂറോണിന്റെ വർക്കാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ആപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഇടയ്ക്ക് നമുക്ക് ആ ആപ്പിന്റെ കാര്യം, ഈ ആപ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ 24,52,59,282 ഞാൻ വായിച്ചു. ഇപ്പൊ 0.40 ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മനുഷ്യരിതിൽ കാശിട്ടുകൊണ്ടിരിക്കുകയാണ്. 85,000 എന്നുള്ളത് 86,000 വായിച്ചുകൊണ്ടിരിക്കുമ്പോ 86,000 1000 വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അബ്ദുൾ റഹീമിന്റെ ഈ വിഷയത്തിലേക്ക് വന്നാൽ, കോഴിക്കോട് സ്വദേശിയായ 26 വയസ്സുള്ള ഒരു യുവാവ് സൗദിയിലേക്ക് പോവാണ്. ഹൗസ് ഡ്രൈവർ ആയിക്കൊക്കെ പോകുന്നവര് ശരിക്കും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നിവൃത്തി കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോകുന്നവരാണ്. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായിട്ടുള്ള 34 കോടി സമാഹരിക്കാൻ വേണ്ടി, നിങ്ങളെ ഒക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നമ്മൾ മനുഷ്യരാണെന്ന് ഓർമ്മിപ്പിക്കാനും ഓരോ രൂപയെങ്കിലും അതിലിടാനും വേണ്ടിയാണ് ഈ ലൈവ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പൈസ ഇടണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. 1 രൂപയാണെങ്കിലും മതി, അല്ല നിങ്ങളോട് ഇത്ര രൂപ ഇടണമെന്നൊന്നും ബാർഗൈൻ ചെയ്യില്ല. അപ്പൊ നമ്മൾ അബ്ദുൾ റഹീമിന്റെ വിഷയത്തിലേക്ക് വന്നാൽ, 26 വയസ്സിൽ സൗദിയിൽ ചെന്നൊരു യുവാവ് 18 വർഷത്തോളമായിട്ട് അവിടെ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ കേസിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അതിൽ എന്തെല്ലാം പറയാനുണ്ട്? എന്തുകൊണ്ടാണ് അദ്ദേഹം മോചനം അർഹിക്കുന്നത്? സോ എനിക്ക് ആ കേസിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അതിൽ നടന്ന സംഭവം ഞാൻ വായിച്ചതിൽ നിന്ന് അറിയുന്നത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെഡ് ലൈറ്റ് മുന്നോട്ട് പോകാനായിട്ട് ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അത് സമ്മതിക്കാതിരുന്ന ഇദ്ദേഹത്തെ ആ കുട്ടി തുപ്പുകയും മറ്റും ചെയ്യുകയും, അബദ്ധവശാൽ ആ കുട്ടിയുടെ ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് താഴെ പോവുകയും അങ്ങനെ കുട്ടി മരണപ്പെടുകയും ചെയ്യുന്നെന്നാണ് ഞാൻ പത്രവാർത്തയിലൂടെ അറിഞ്ഞൊരു കാര്യം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്താ പറയാ കോടതിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഒരാള് ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഗോവിന്ദചാമിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു നിർബന്ധിത, അതൊരു എന്താ പറയാ കരുതിക്കൂട്ടിയുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ എങ്ങനെയാണ് ഒരു അപകടം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു മരണം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോകും. ഇന്റൻഷണൽ ആയിട്ട് ഒരാളെ കൊല്ലാൻ നോക്കുകയാണ്, അതോ അബദ്ധത്തിൽ മരണം സംഭവിക്കുക എന്നുള്ള രണ്ട് കാര്യമായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇതിൽ പക്ഷേ ഇന്റൻഷണൽ ആയിട്ട് കൊല്ലാൻ ശ്രമിച്ചാൽ പോലും വധശിക്ഷയ്ക്കാണ് എതിരാണ്. അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ്. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അംഗീകരിക്കാത്ത ഒരു കാര്യമായിരിക്കാം ഞാൻ ഗോവിന്ദചാമിയുടെ വധശിക്ഷയ്ക്ക് പോലും എതിരാണെന്നുള്ള കാര്യം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ബിക്കിനി അല്ലെങ്കിൽ പർദ്ദ എന്ന് പറയുന്ന പോലെ ആയിരിക്കില്ലേ അബ്ദുൾ റഹീമിനെയും ഗോവിന്ദചാമിനെയും രണ്ട് എക്സ്ട്രീം അറ്റത്തുള്ളവർ എടുക്കുന്ന? അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഉണ്ട്. ഞാനത് എന്തുകൊണ്ടാ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ അബ്ദുൾ റഹീമിന്റെ കേസിൽ നമ്മൾക്ക് ഒബ്വിയസ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ വധശിക്ഷ വേണ്ട എന്ന് വെക്കണം എന്നുള്ളത്. മറ്റേ കേസിൽ അതില്ല. മറ്റേ കേസിൽ ശരിക്കും മരിക്കേണ്ട ആളാണ് എന്നുള്ളൊരു പൊതുബോധമുണ്ട്. അത് ഭൂരിപക്ഷ പൊതുബോധം കൂടിയാണ്. ഞാനിപ്പോ വധശിക്ഷയ്ക്ക് പൂർണ്ണമായിട്ട് എതിരാണെങ്കിലും, പൂർണ്ണമായി എന്നുള്ള വാക്ക് ശരിയാണോ എന്നറിയില്ല, കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച കേസുകളൊക്കെ വരുമ്പോൾ ഞാൻ ശരിക്കും വിചാരിക്കാറുണ്ട്. കാരണം ഒരു പീഡോഫൈൽ ആയിട്ടുള്ള ആളുകൾ ഒരു പ്രാവശ്യം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു, വീണ്ടും പിടിക്കപ്പെടുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കേസിൽ പിടിക്കപ്പെടുന്നവർ ഇതുപോലെ സ്ഥിരം കുറ്റവാളികളായി മാറുന്നു. അപ്പൊ ഞാൻ ശരിക്കും വിചാരിക്കാറുണ്ട് ഇവർക്കൊക്കെ വധശിക്ഷ ശരിക്കും കൊടുത്താൽ കൊള്ളാമെന്ന്. അതിനൊരു മറുപടി എന്റെ കയ്യിലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും. എനിക്കും ആക്ച്വലി കൈ കിട്ടിയാൽ ഞാൻ തന്നെ കൊന്നുകളയാം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന കാര്യം. കുട്ടികൾ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ചെറുത്ത് നിൽക്കാനോ ഇതിനെക്കുറിച്ച് അറിയാത്ത കുട്ടികളെ, എസ്പെഷ്യലി പാലക്കാട് വാളയാറിൽ ഉണ്ടായിരുന്ന സംഭവം,
അപ്പൊ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അഫക്ട് ചെയ്ത കാര്യങ്ങളാണത്. പക്ഷേ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന കേസിൽ ലെറ്റസേ ഞാനൊരു ഒരു ഒരു തിയറി മുന്നോട്ട് വെക്കുകയാണ്. ലെറ്റസേ നാളെ നമ്മൾ ശാസ്ത്രം കണ്ടുപിടിക്കുകയാണ് ഇവരുടെ തലച്ചോറിൽ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ജെനറ്റിക്കലായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഇവരാണോ കുറ്റവാളി അതോ ഇവരുടെ ബോഡിയാണോ? അതൊന്ന്. രണ്ട്, ചെറുപ്പത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കുട്ടി വളർന്നു വന്ന് ഒരു പീഡോഫൈലായി മാറി എന്ന് നോക്കുക. ഇയാളാണോ കുറ്റവാളി, സമൂഹമാണോ കുറ്റവാളി? അപ്പോ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കേസ് അല്ല. വധശിക്ഷയുടെ അതെന്താണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വധശിക്ഷ എതിരാന്ന് പറയുന്നത്. ഇറിവേഴ്സിബിൾ ആണ്. ഒരാളെ കൊന്നു കളഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര കണ്ടുപിടുത്തം നടത്തിയിട്ടും എത്ര അനാലിസിസ് നടത്തിയിട്ടും തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ട്. സോ സമൂഹത്തിന് മാത്രമല്ല, എവിടെയാണ്, ഏത് സമൂഹത്തിലാണ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് വേണ്ടി ഈ കുറ്റം ഇനി നടക്കരുത് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഏത് സമൂഹത്തിലാണ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയാൽ വധശിക്ഷ നിലവിലുള്ള ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അല്ല, വധശിക്ഷ ഇല്ലാത്ത രാജ്യങ്ങളിലാണ്. അതിന് കാരണം വധശിക്ഷ ഇല്ലാത്തതല്ല, മറിച്ച് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് വളരെ കൂടുതലാണ്, വളരെ വലുതാണ്. ഉദാഹരണത്തിന് ഫിൻലാൻഡും നോർവേയിലേക്കാണ് ഞാൻ പിന്നെയും പോകുന്നത്. കാരണം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഹൈ ആണ്, ഓപ്പൺ ജയിലാണുള്ളത്, വധശിക്ഷയില്ല. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ആളുകൾ കൂടുതൽ സമ്പന്നരും തുല്യരുമാണ്. മറ്റ് രാജ്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ജീനി ഇൻഡെക്സ് എല്ലാം നോക്കിയാൽ പലരും പല ലെവലിലായിരിക്കുന്നു. ഒരാള് റെയിൽവേ പുറമ്പോക്കിൽ കുടില് കെട്ടി താമസിക്കുന്ന ഒരു കുടുംബവും ബോംബെയിൽ എത്രയോ നിലയുള്ള വീട് വെച്ച് താമസിക്കുന്ന ഒരു ധനികനും തമ്മിലുള്ള ഒരു അന്തരം, അത് പൂർണ്ണമായും എന്തായാലും ഒഴിവാക്കാൻ ഒരു രാജ്യത്തും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അന്തരം കുറവുള്ള കുറെ രാജ്യങ്ങൾ, അതല്ല അങ്ങനെയുള്ള രാജ്യങ്ങളാണ് കൂടുതലും ഈ ഹാപ്പിനെസ്. അപ്പോ വധശിക്ഷ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കുറക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചെയ്യേണ്ടത് സാമ്പത്തികമായും സാമൂഹികമായുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് നമുക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. ശിക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്താ പറയാ, ഇപ്പൊ വധശിക്ഷ നിലവിലുള്ള രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ എന്നാണല്ലോ നമ്മൾ 9/11-ലൊക്കെ നടന്ന കുറെ ആളുകൾ വന്നത് സൗദി അറേബ്യയിൽ നിന്ന് തന്നെ. അപ്പൊ അങ്ങനെ സൗദി നോക്കുവാണെങ്കിൽ അറേബ്യയിലെ അബ്ദുൾ റഹീമിന്റെ കേസിലേക്ക് തന്നെ വന്നാൽ എല്ലാ തരത്തിലുള്ള വധശിക്ഷയ്ക്കും നമ്മൾ എതിരാണ്. അബ്ദുൾ റഹീമിനെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് എതിരാണ്. അപ്പൊ അതിന് 34 കോടിയാണ് ആ കുടുംബം, കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്തിനാ നമ്മൾ പൈസ റേസ് ചെയ്യുന്നത്? എന്തിനാ? ഒരാളെ ഇപ്പൊ ഒരു ജനാധിപത്യ സംസ്ഥാനം, ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യവും ആ രാജ്യത്തിലെ ഏറ്റവും പുരോഗതി പ്രാപിച്ച ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അത് നമ്മളുടെ ചുമതലയല്ലേ? അല്ലെ, നമ്മൾ ഒരാളെ ഒരു സ്ഥലത്ത് വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അയാളെ എന്ത് ചെയ്തായാലും നമ്മൾ പുറത്തു കൊണ്ടുവരണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പൗരധർമ്മമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ കേരളത്തിലെ ആളുകൾ ഒരാൾക്ക് ഒരു 10 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ നടപ്പിലാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, ഈ 18 വർഷം ജയിലിൽ കിടന്നതിലൂടെ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്നതും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ശിക്ഷ നടക്കുന്നത് മനുഷ്യ മനസ്സുകളെല്ലാം. അത് ഒരാളെ ചാട്ടവാറടിച്ചുകൊണ്ടല്ല. ഈ 18 വർഷം ജയിലിൽ കഴിയുന്ന ഒരാളെ 2 ഓപ്ഷൻസ് ആണ്. ഒന്ന്, ഇയാൾ കുറ്റവാളിയാണ് നോക്കുക, അയാളെ ശിക്ഷ കഴിഞ്ഞു. ഇയാൾ നിരപരാധിയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക എത്ര വലിയ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരാളെ പുറത്തു കൊണ്ടുവരേണ്ടത്, ഇപ്പോ ആടുജീവിതം നമ്മൾ കണ്ടതാണല്ലോ. ഒരാള് ഒരടിമയായിട്ട് എത്രയോ വർഷം ജീവിച്ചപ്പോൾ അപ്പോ അങ്ങനെ ഒരാൾ പുറത്തു വരുമ്പോൾ നമ്മൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന അതേ ആഹ്ലാദം ഈ വ്യക്തി പുറത്തു വരുമ്പോഴും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ സഹകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാനിത് മതത്തിനെ വീഡിയോ കാണുന്നവരോട് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണെ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീം, സൗദിയിലെ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായിട്ടുള്ള ഫണ്ട് റേസിംഗിന് വേണ്ടിയാണ്. അപ്പൊ വീഡിയോ ഫസ്റ്റ് കമന്റ് ആയിട്ട് ആ ആപ്പ് പിൻ ചെയ്തിട്ടിട്ടുണ്ട്, സേവ് അബ്ദുൾ റഹീം. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് പൈസ ഇടാം, അതല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിൽ പൈസ ഇടാവുന്നതാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പൈസ ഇടാൻ പറ്റാത്ത ഒരു വീഡിയോ ഷെയർ ചെയ്തോ, ഈ വിവരങ്ങൾ ഷെയർ ചെയ്തോ, അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്തോ, ഏതെങ്കിലും തരത്തിൽ ഇതിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അബ്ദുൾ റഹീമിന്റെ മോചനത്തെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും കൂടെ 34 കോടി കളക്ട് ചെയ്ത് അദ്ദേഹം പുറത്തിറങ്ങാം. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത്? ഈ 18 വർഷം വൈകിപ്പോയോ നമ്മള്? എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും സംഭവിക്കുന്നതാണ്. അതെനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാര്യം
ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനത്തെ ഒരു അറ്റംപ്റ്റ് ആണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ ബഹ്റൈനിലോ മറ്റോ ഇന്ത്യൻ നാവികസേന അംഗങ്ങളെ തടവിലാക്കിയ ഒരു കേസ് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അല്ലെ, ഖത്തറിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, അപ്പൊ നമുക്ക് ഇതേ ആർഗ്യുമെന്റ് അവിടെ നമുക്ക് പ്രയോഗിക്കാം, അല്ലെ? കാര്യം കുറ്റം ചെയ്തവരാണ്, ആ രാജ്യത്തെ നിയമമാണ്, എന്തുകൊണ്ട്? പക്ഷേ നമ്മൾ പൊളിറ്റിക്കലായിട്ട് ഇടപെട്ടോടെ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കാത്ത? കാര്യം ഈ പറയുന്ന ആർഗ്യുമെന്റ് എല്ലാം മറ്റേ കേസിലും കൂടി ബാധകമാണ്. അപ്പോ ചില കാര്യങ്ങളിൽ ഇവിടെയാണ് ഞാൻ ഈ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. ആളുകൾ എവിടെ നിന്ന് വരുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരുടെ സ്റ്റാറ്റസ് കോ എന്താണ്, ആ സ്റ്റാറ്റസ് എന്താണ്, അതെല്ലാം കൂടി കണക്കിലെടുത്താണ് പലപ്പോഴും പൊതുബോധം വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ ഗവൺമെന്റ് ഇടപെടും എന്നുള്ളൊരു ഇതാവാം. പിന്നെ കുറെ ചർച്ചകൾ, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ആദ്യം അവരങ്ങനെ ഒരു ഈ ദയാ പണത്തിന്, അതിന്റെ പേര് തയ്യാറായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ അവർ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് 6 മാസത്തെ കോൺട്രാക്ട് എന്തോ ആണെന്നാണ് ഞാൻ വായിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴായിരിക്കും ഒരു പക്ഷെ. പിന്നെ മലയാളി പൊളിയാണ് എന്നാണ് എൻ്റെ എപ്പോഴുള്ള വിശ്വാസം. കാര്യം ഒരാളെ രക്ഷിക്കണമെങ്കിൽ അത് എല്ലാവരും മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ്. ഇതില് ഈ മനുഷ്യന്റെ വിലയെ കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയും, കുറെ എക്സാമ്പിൾസ് ഉണ്ട് ഇതിന്റെ പറയുന്നത്. അപ്പോ മറ്റൊരു എക്സാമ്പിള്, ഒരു സിഗരറ്റ് കമ്പനി ഒരു രാജ്യത്ത് ഒരു സർവേ നടത്തി. എനിക്കൊരു ചെക്കോസ്ലോവാക്യ എന്തായിരുന്നു തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഫിലിപ്പ് മോറിസോ ഏതൊരു സിഗരറ്റ് കമ്പനി. കാര്യം അവർക്ക് സോഷ്യൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ആളുകൾ പറഞ്ഞു സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് രോഗം വരുന്നുണ്ടല്ലോ ആളുകൾ. അപ്പോ രാജ്യത്തിന്, കാര്യം അവരുടെ മെഡിക്കൽ സിസ്റ്റം ഫ്രീ ആണ്, അപ്പോ രാജ്യത്തിന് വലിയ നഷ്ടമല്ല ഈ സിഗരറ്റ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അധിക നികുതി ചുമത്തണം എന്നൊരു പ്രൊപ്പോസൽ വന്നു. അപ്പൊ ഈ കമ്പനി ഒരു സർവേ നടത്തി. അവരെന്താ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് ആളുകൾ നേരത്തെ മരിച്ചു പോകും. നേരത്തെ മരിച്ചു പോകുമ്പോൾ ശരിക്കും ഗവൺമെന്റിന് ലാഭമല്ല. കാരണം ഇവര് വയസ്സായി കഴിഞ്ഞുള്ള, ഞാൻ തമാശ പറയുന്നില്ല, ശരിക്കും നടന്നതാണ്. എന്നിട്ട് അവരൊരു കണക്കുണ്ടാക്കി. അവർ പറഞ്ഞു ഗവൺമെന്റ് ഓരോ വ്യക്തിക്കും $1.2 മില്യൺ എന്താ അവർ സേവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ടാക്സ് കുറച്ചു തരണമെന്നൊരു അപേക്ഷ കൂടി മറ്റേ രാജ്യത്തിന് മുന്നേറ്റു. അപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, മനുഷ്യജീവന്റെ വില, എന്നിട്ട് വലിയൊരു ഔട്ട്റേജ് വന്നു. കാര്യം എങ്ങനെയാണ് മനുഷ്യന് ജീവന് വിലയിടാൻ പറ്റുക എന്നുള്ളൊരു ഇത്. അപ്പൊ ഈ നിയമങ്ങളുടെ അടിസ്ഥാനം പലപ്പോഴും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിലവിലിരിക്കുന്നത് ഇപ്പൊ വളരെ മാറ്റം വരുന്നു. സൗദി അറേബ്യക്ക് ഞാൻ വളരെ പ്രതീക്ഷയോട് കാണുന്ന ഒരു രാജ്യമാണ്. കാരണം MBS ഒക്കെ വന്നത് പിന്നെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ നിലവിലുള്ള നിയമങ്ങൾ ഗോത്ര നിയമങ്ങളാണ്. ഈ ഗോത്ര നിയമങ്ങൾ, ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു ചോദ്യമായിരുന്നേ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ ആപ്പിലെ അപ്ഡേറ്റും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഇപ്പോ 24,58,33,293 അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടെങ്കിലും പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് ആരൊക്കെയോ പൈസ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ചോദ്യം ചോദിക്കാൻ വരികയായിരുന്നു. ഇവിടെ ഇങ്ങനെ ചില കേസുകളിലൊക്കെ ജനാധിപത്യ രാജ്യങ്ങളിൽ, ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നമ്മളൊരു കുറ്റകൃത്യം നടന്നു, നമുക്ക് ഒരാളെ സംശയം തോന്നി, അല്ലെങ്കിൽ പ്രാഥമികമായി ഒരാൾ പ്രതിയാണെന്ന് കണ്ടെത്തിയ ഉടനെ വിളിച്ചിട്ടുണ്ടോ കൈയും കാലും വെട്ടി തൂക്കി കൊല്ലി ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഭയങ്കരമായിട്ട് പൊതുജന രോഷം ഇങ്ങനെ ഉയരാറുണ്ട്. ഇതിപ്പോ സൗദി അറേബ്യ ആണെങ്കിൽ കാണാമായിരുന്നു, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, നഖത്തിന് നഖം, വെട്ടണം, മോഷ്ടിച്ച കൈ വെട്ടണം, അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ചെയ്യില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ കിട്ടുമ്പോൾ നമ്മൾ അതേ ആവേശത്തോടു കൂടെ അതിനെതിരെയായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ പറയുകയും ചെയ്തു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് കുറ്റകൃത്യങ്ങൾ കുറവ്, അല്ലാതെ പല്ലിന് പല്ലും നഖത്തിന് നഖവും തലയും വെട്ടുന്ന രാജ്യങ്ങളിലല്ല എന്നും പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യങ്ങളെ എങ്ങനെയാ കാണുന്നത് ആളുകൾ ഇത്തരത്തിലുള്ള? അത് സോ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്, അല്ലെങ്കിൽ എന്നാണ് മനുഷ്യനായത് എന്നൊരു ചോദ്യം വരുമ്പോൾ പലതരത്തിലുള്ള ഉത്തരങ്ങൾ. ഒന്ന്, നമ്മൾ തീ കണ്ടുപിടിച്ചപ്പോഴാണ്, ചക്രം കണ്ടുപിടിച്ചപ്പോഴാണ്. എൻ്റെ ഒരു അനുമാനത്തില് മനുഷ്യനായത് 2 ഗോത്രങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് പറഞ്ഞു തീർത്ത അവസരം ഉണ്ടല്ലോ, അപ്പോഴാണ് മനുഷ്യനാവുന്നത്. കാരണം നയതന്ത്രം പണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു ഇടപാട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഗോത്രത്തിന്റെ പശുവിനെയോ പെണ്ണിനെയോ മറ്റേ ഗോത്രം തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പൊ അതിന് പകരം വീട്ടാൻ തിരിച്ചുപോയി ഇത്ര ആളുകളെ കൊല്ലുക, അല്ലെങ്കിൽ അവിടെയുള്ള പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളൊരു അവകാശമായിട്ടാണ് മറ്റേ. അത്
എസ്പെഷ്യലി തട്ടിക്കൊണ്ട് പോകപ്പെട്ട പെണ്ണിന്റെ ആങ്ങള. കാര്യം നമ്മള് പണ്ടൊക്കെ സ്ത്രീകളെ കമ്മോഡിറ്റി ആയിട്ടാണല്ലോ കരുതുന്നത്. അതിനാണ് മലയാളത്തില് ശരിക്കും ഞാനൊക്കെ പഠിച്ച് എക്സാക്ട്ലി ഞാൻ കറക്റ്റ് എന്നുള്ള വാക്ക് ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ആദ്യമായിട്ട് ആ വാക്ക് കേൾക്കുന്നത്. അതിന് മുൻപ് അത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ആദ്യമായിട്ടാണ് അത് ഇങ്ങനെ ഒരു മീനിങ്. ഞാൻ വിചാരിച്ചിട്ട് വേറെ എങ്ങനെയോ വന്നൊരു മീനിങ്. കമ്മ്യൂണിറ്റീസ് ചെയ്യുന്നു. അപ്പോ മാത്രമല്ല, പെണ്ണെന്ന് പറയുന്നത് പണ്ട് എന്താ പറയാ, ഒരു പഴയ വിവാഹങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. അക്ബർ പ്രേമിച്ച് രജപുത്ര സ്ത്രീകളെ കല്യാണം കഴിച്ചതൊന്നുമല്ല. അങ്ങനെ ഉണ്ടാവാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പലപ്പോഴും ഒരു ഡീൽ മേക്കിംഗ് ആണ്. ഞാൻ നിങ്ങളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയും നിങ്ങളുടെ രാജ്യമായി സമാധാനം പുലർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്റെ പുത്രിയെ നിങ്ങൾക്ക് ഭാര്യയായി വാഴിച്ചിരുന്നു. കാര്യം പ്രണയം പിന്നീടാണ്, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് പ്രണയവും വിവാഹവും എല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ട് ഒരു ഫാമിലി എന്ന പാക്കേജിൽ വന്നത്. അത് വേറൊരു ടോപ്പിക്കാണ്, വേറൊരു ദിവസം സംസാരിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഈ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ബേസിക് മെന്റാലിറ്റി എന്നാണ് ഈ ബ്ലഡ് മണിയുടെ കാര്യം വരുന്നത്. ശരിക്കും ഈ ബ്ലഡ് മണി എന്ന് പറയുന്നത് ഈക്വലൻ ടു ഈ മനുഷ്യന്റെ ജീവൻ എന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും വേണ്ടത് ഈ മനുഷ്യന്റെ ജീവൻ. എന്റെ കുട്ടിയുടെ ജീവൻ എടുത്തു, എനിക്ക് ആ മനുഷ്യൻ. അത് വളരെ പഴയ, വളരെ പുരാതനമായ ഒരു നീതി വ്യവസ്ഥയാണ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഒരു കൊലപാതകത്തിന് ഒരു കണ്ണിന് പകരം വേറെ കണ്ണെടുക്കാൻ പോയാൽ ലോകം മുഴുവൻ ബ്ലൈൻഡായി പോകും എന്നുള്ളതാണ്. ഇത് ഒരു ചെയിൻ റിയാക്ഷനായി വർക്ക് ചെയ്താൽ മനുഷ്യരാരും ബാക്കിയുണ്ടാവില്ല. ഓരോരുത്തരും ഇങ്ങനെ കൊന്നുകൊണ്ടും മരിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കണം? ഒരു എന്താ പറയാ, ആധുനിക മൂല്യങ്ങളും മനുഷ്യൻ കൂടുതൽ പുരോഗമിച്ച് വിദ്യാഭ്യാസവും മറ്റും നേടിയ ശേഷം ഉണ്ടായ നിയമങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുറ്റം നടന്നോ ഇല്ലയോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക, അത് തീരുമാനിക്കപ്പെട്ടാൽ പോലും എന്തുകൊണ്ടാണ് ഈ കുറ്റം വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇയാൾ കുറ്റം ചെയ്യാൻ കാരണം. എഗെയിൻ റോബർട്ട് സാപ്പോൾസ്കിയുടെ കുറെ സ്റ്റഡീസ് ഉണ്ട് ഇതിനെ കുറിച്ചിട്ട്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ. പുള്ളി ബിഹേവിയറൽ ബയോളജി പഠിപ്പിക്കുന്ന ആളാണ്. വളരെ രസകരമായ വീഡിയോസ് എനിക്ക് യൂട്യൂബിലും രണ്ട് വീഡിയോസ് സീരീസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് റോബർട്ട് സാപ്പോൾസ്കിയുടെ ബിഹേവിയറൽ ബയോളജിനെ കുറിച്ചിട്ടുള്ള ഒരു സീരീസ്, എനിക്കൊന്ന് 10-20 വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പുള്ളി പറയുന്നത് എന്തുകൊണ്ട് ഒരാൾ അയാളായി മാറുന്നു, എന്തുകൊണ്ട്. ഇപ്പൊ മതത്തിന്റെ കാര്യത്തിൽ വളരെ ലളിതമാണ്. നമ്മളൊരു മതത്തിൽ ജനിച്ചു വീഴുന്നു, അച്ഛനും അമ്മയും ഹിന്ദു ആണെങ്കിൽ നമ്മൾ ഹിന്ദു ആകുന്നു, വളരെ ഡിഫോൾട്ടുള്ള കാര്യം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇയാളുടെ തെരഞ്ഞെടുപ്പിൽ വരുന്ന ചില കാര്യങ്ങൾ. ഇപ്പോ ചില ആളുകൾ കുറ്റകൃത്യത്തിലേക്ക് മാറുന്നു, ചില എന്താണ് അതിനെ ട്രിഗർ ചെയ്യുന്നത്. പുള്ളി പറയുന്നത് അതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതില് അച്ഛനും അമ്മയും ഒരു ഫാക്ടർ ഉണ്ട്, അച്ഛനും അമ്മയും ഏത് സാഹചര്യത്തിൽ വരുന്നു എന്നുള്ള ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അച്ഛനും അമ്മയും എന്ത് കഴിച്ചു എന്നുള്ളത് ഒരു ഫാക്ടർ ഉണ്ട്, അച്ഛനും അമ്മയ്ക്ക് എന്ത് രോഗം വന്നു എന്നുള്ളതുണ്ട്. അതിന് ഒരു ഉദാഹരണം എനിക്കൊണ്ട് ഡച്ച് ഫാമിലി അങ്ങനെ എന്തോ ഒരു പ്രതിഭാസമുണ്ട്, എന്റെ പേര് എക്സാക്ട് പേര് മറന്നുപോയി. ജർമ്മനി ഹിറ്റ്ലറിന്റെ കാലത്ത് ഡച്ച് ഏരിയ കംപ്ലീറ്റ് ഒക്കുപ്പൈ ചെയ്തപ്പോൾ അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു. എന്നിട്ട് ആ സമയത്ത് 3rd ട്രിമസ്റ്റർ ആയിരുന്ന ഗർഭിണിയായിരുന്ന ആളുകൾ പെട്ടെന്ന് അവരുടെ ഫീറ്റസ്, അവരുടെ വയറ്റിലെ കുഞ്ഞു നോക്കുമ്പോൾ അതിന് ഫുഡില്ല. കാര്യം അതുവരെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നതാണ്. അതേസമയം സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഹിറ്റ്ലർ ജർമ്മനി ആ രാജ്യത്തെ കീഴടക്കിയതിനു ശേഷം അവിടെ ഫുഡില്ല. അങ്ങനെ ജനിച്ച കുട്ടികളുടെ ബയോളജി തന്നെ മാറിപ്പോയി എന്ന് പറയുന്നത്. അവരുടെ കുട്ടികൾ എന്ത് കഴിച്ചാലും, കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ജനറ്റിക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ഡയബറ്റീസ് വളരെ കൂടുതൽ. കാരണം അവര് കഴിക്കുന്ന കാര്യം അടുത്ത നേരം ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് എക്സാക്ട്ലി. അപ്പോ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ ഭക്ഷണം കിട്ടാൻ തുടങ്ങി. പക്ഷെ ഈ ജനിച്ച കുട്ടികൾ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഞാൻ മറന്നുപോയി. പക്ഷെ ഇങ്ങനൊരു ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്വഭാവം ശരീരം മാറ്റിയില്ല. ശരിക്കും ഇത് ശരിക്കും കേരളത്തിൽ നടത്തേണ്ട ഒരു റിസർച്ചാണ്. കാര്യം ഞാൻ എന്റെ ഉമ്മാനോടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രണ്ടാം ലോകമഹായുദ്ധ സമയത്ത്, ഒന്നാം ലോകമഹായുദ്ധ സമയത്ത്, രണ്ടാം ലോകമഹായുദ്ധ സമയത്ത്, പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ സമയത്തൊക്കെ അവർക്ക് പെട്ടെന്നൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം. വളരെ കാര്യം സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് എനിക്കൂടെ ഏറ്റവും വലിയ ജീനോസൈഡ് ഇന്ത്യയിൽ ചെയ്തത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇവിടെയുള്ള അരി മുഴുവൻ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്തു, ബർമയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെ കൽക്കട്ടയിൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. കേരളത്തില് ഈ യുദ്ധസമയത്ത് അരി കിട്ടാതെ, കപ്പ പോലും കിട്ടാതെ വളരെ പട്ടിണിയിൽ കഴിഞ്ഞ ആളുകൾ, ഇത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു റിസർച്ചിനുള്ള ടോപ്പിക്കാന്ന് പറയുന്നത്,
കാര്യം കേരളത്തിൽ ഇപ്പോൾ ഡയബറ്റിക് റേറ്റ് വളരെ കൂടുതലാണ്. ദർ മേ ബി എ ലിങ്ക്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് റോബർട്ട് സാപ്പോൾസ്കിയുടെ ബയോളജിയെ സംബന്ധിച്ചത് ഉം. സാമൂഹിക പഠനങ്ങളിൽ നമ്മളുടെ കോർ എക്കണോമിക്സ് എഴുതിയ അഭിജിത്ത് ബാനർജി ഉം. അഭിജിത്ത് ബാനർജി എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പോവർട്ടി സൈക്കിൾ ഉണ്ട്. നമ്മളൊരു ദരിദ്രരായിട്ട് ജനിച്ചാൽ ആ ദാരിദ്ര്യത്തിൽ തന്നെ തുടരുകയും, കാര്യം ദരിദ്രരായ ആളുകൾക്കാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കുട്ടി 14 വയസ്സാകാൻ തുടങ്ങി. ഇപ്പൊ ഞാനൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മട്ടാഞ്ചേരിയിൽ നിന്നാണ്. മട്ടാഞ്ചേരിയിൽ ആ സമയത്ത് എന്താ പറയാ, ദരിദ്ര ചുറ്റുപാടിൽ നിന്ന് വരുന്ന കുട്ടികൾ 10ാം ക്ലാസ് പാസ്സാവില്ലായിരുന്നു. അവിടെ ശരിക്കും ഒരു സ്കൂള് വളരെ ഇൻഫേമസ് ആണ്. കാര്യം 0%, ഒരു കുട്ടി പോലും ജയിക്കാത്ത ഒരു സ്കൂളുണ്ടായിരുന്നു. അപ്പോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ കുട്ടികൾക്ക് പഠനത്തെക്കാൾ കൂടുതൽ ഈ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ ഈ വീട്ടിൽ, അതുകൊണ്ട് അവർ ഫിഷിംഗ് ഹാർബറിൽ പോകും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ 8ാം ക്ലാസ്സിൽ പഠിക്കും. 10ാം ക്ലാസ് ഒന്നും അവരുടെ ഇതിലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിന്നീട് വളർന്നു വരുമ്പോൾ അവരുടെ കുട്ടികൾ, അപ്പൊ അവർക്ക് വിദ്യാഭ്യാസമില്ല, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ചെയിനായിട്ട് പോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇത് പറഞ്ഞ പോലെ നമ്മളൊരു കുറ്റകൃത്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ ഇതിൽ സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. അമേരിക്കയിൽ തന്നെ അടിമകളായി ഇവിടെ കൊണ്ടുവരപ്പെട്ട് ഇവിടെ ജോലി ചെയ്ത ആഫ്രോ അമേരിക്കൻസ് ആണ് അമേരിക്കയിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സോഷ്യോ ഇക്കണോമിക് വിഭാഗം. ശരിക്കും അവരെക്കാൾ പുറകിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു നേറ്റീവ് അമേരിക്കൻസ്. ഇവിടെയുള്ള നേറ്റീവ് അമേരിക്കൻസ്, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം ഒരു നേറ്റീവ് അമേരിക്കൻ ലാൻഡാണ്. ഞാനിപ്പോ എഡിസൺ ന്യൂജേഴ്സിയിൽ ഇരിക്കുന്നത് ശരിക്കും ലെനാപ്പയും തിൻസിന്റെയും മൊഹിക്കൻസിന്റെ ഒക്കെ സ്ഥലമായിരുന്നു. അവരെല്ലാം നമ്മളിപ്പോ ക്യാമ്പിലാക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് വരും. ഇവരും വളരെ പാവപ്പെട്ടവരാണ്. ആഫ്രിക്കൻ അമേരിക്കൻസ് പാവപ്പെട്ടവരാണ്. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പാലടിമോ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഏത് വിഭാഗങ്ങളാണ് വളരെ പിന്നോക്കം നിൽക്കുന്നത്. സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇവരെ. അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാന്നാണ് ഞാൻ പറയാൻ പറ്റുന്നത്. നമ്മൾ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ച് കൊന്നുകളയുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കാര്യങ്ങളും. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീറാം വെങ്കിട്ടരാമന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മളുടെ ബഷീറിനെ വണ്ടി ഇടിച്ചു കൊന്നപ്പോ അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മാത്രമായി മാറുകയാണ് ചെയ്തത്. ഇനി ജനാധിപത്യ രാജ്യം ആയതുകൊണ്ടായിരിക്കോ, ഇനിയിപ്പോ സൗദി അറേബ്യ ആണെങ്കിൽ അത് ചിലപ്പോ അവിടെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കായിരിക്കോ ജനാധിപത്യത്തിന്റെ? കറക്റ്റ്. അതിലൊരിക്കൊരു ഡിഫറൻസ് ഒപ്പീനിയൻ എന്താ വെച്ചാല് ഈ ആളെ പിടിച്ച് കൊന്നുകളയെന്നുള്ള. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് പുള്ളിക്ക് ശിക്ഷ പോലും കിട്ടിയില്ല, അല്ലേ? പുള്ളി ശിക്ഷിക്കപ്പെട്ടില്ല. പുള്ളി ഇപ്പോഴും സർവീസിലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടില്ല. ഇതിലൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് രണ്ട് എക്സ്ട്രീമാണ്. ഒരിടത്ത് വളരെയധികം പ്രിവിലേജ് ഉള്ള ആളുകൾ എന്താ പറയാ ബ്ലഡ് പോലും കൊടുക്കാതെ, അല്ലെ, എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ പുള്ളി മദ്യപിച്ചിരുന്നെന്നാണ് പറയുന്നത്. കാര്യം ആ ആക്സിഡന്റ് നടന്ന സമയത്ത് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു. അത് ഞാൻ വായിച്ചത് എനിക്ക് നല്ല ഓർമ്മ. പക്ഷെ ഇത് തേച്ച് മായ്ച്ച് മാധ്യമപ്രവർത്തകനായ ഡി ധനസുമോദായിരുന്നു അത് എഴുതിയ. എക്സാക്ട്ലി. അപ്പൊ ധനസുമോദ അതിന് സാക്ഷിയായി. അപ്പോ അത് പുള്ളി അത് എഴുതി അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നീറ്റായിട്ട് ആള് ശിക്ഷ വിധിച്ചിട്ടില്ല. അത് വരെ പുള്ളി നിരപരാധിയാണ്, അതിലൊന്നും നമുക്ക് ഇതൊന്നുമില്ല. മറ്റേ എക്സ്ട്രീമിൽ നോക്കിയാൽ ഒരു തരത്തിലുള്ള പ്രിവിലേജ് ഇല്ലാത്ത ആളുകൾ ഒരു കാര്യമില്ലാതെ തന്നെ ജയിലിൽ കിടപ്പുണ്ട്. ഇപ്പൊ മദനിയുടെ കാര്യമൊക്കെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യം നമ്മളുടെ കംപ്ലീറ്റ് ചർച്ച വേറെ വഴിക്കും. പക്ഷെ മദനിയുടെ മാത്രമല്ല, മദനിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടും. അല്ല, നമുക്കിപ്പോ ഈ ഏറ്റവും അടുത്ത വിഷയങ്ങൾ എടുത്താൽ തന്നെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രതിഷേധിക്കുകയും ചെയ്ത എത്രയോ വിദ്യാർത്ഥികള് 4 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദ് അടക്കമുള്ളവരുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ. അപ്പൊ അതിന് നമ്മളുടെ എനിക്ക് ജോഷിയുടെ ബുക്ക് ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയത്, സൈലന്റ് കൂപ്പ്, നിശബ്ദ അട്ടിമറി. അതില് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. അത് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് അത് വായിച്ചു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോ പോലീസ് ഭാഷ്യങ്ങളിലും പട്ടാള ഭാഷ്യങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം എനിക്ക് വളരെയധികം പോയി കിടക്കുക. കാരണം പുള്ളി വളരെ വ്യക്തമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയുള്ള ആളുകളാണ് അതില്. ശരിക്കും ആ പാഠം, ആ ബുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ മസ്റ്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു ബുക്ക്. അതെ, പാഠപുസ്തകമായി മാറേണ്ടതാണ്. ഞാൻ വീഡിയോ കാണുന്ന ആളുകളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെ, കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീം സൗദിയിലെ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് 34 കോടി രൂപയാണ് ബ്ലഡ് മണി ആയിട്ട് ആ ഫാമിലിക്ക് കൊടുക്കേണ്ടത്. അതിനുള്ള ഫണ്ട് റേസിംഗിന് വേണ്ടിയിട്ടുള്ള പല ലോകമൊട്ടുടനീളം നടക്കുന്ന മലയാളികളുള്ള എല്ലാ സ്ഥലത്തും നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മളും കുഞ്ഞി ഒരു തുള്ളി വെള്ളമെങ്കിലും അതിലേക്ക് ഉറ്റിക്കാൻ നോക്കുകയാണ്.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസ എത്ര ചെറുതാണേലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പേര് പറഞ്ഞോ പേര് പറയാതെയോ അതിൽ പണം നിക്ഷേപിക്കാം. ഒരു ആപ്പ് ഉണ്ട്, അത് അവിടെ പിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റ് ആയിട്ട്, സേവ് അബ്ദുൾ റഹീം. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ഒറ്റ ക്ലിക്കിന് നമുക്ക് 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും ഇടാൻ പറ്റും. ഈ മാസത്തെ പൈസയിൽ നിന്ന് വീട്ടു ചെലവിന് വെച്ചതാണെങ്കിൽ പോലും അതിൽ നിന്ന് 5 രൂപയെങ്കിലും മാറ്റി വെക്കണമെന്ന് നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ കാണുന്ന ആളുകളെ ഈ സേവ് അബ്ദുൾ റഹീം ക്യാമ്പയിന്റെ ഭാഗമായി മാറാൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് പൈസ ഇടാൻ ഒട്ടുമില്ല എന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോ എങ്കിലും ഷെയർ ചെയ്യുക, ഇടാൻ പറ്റുന്ന ഏതെങ്കിലും 10 ആളുകളിലേക്ക് അത് എത്തിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആ അക്കൗണ്ട് നമ്പർ എങ്കിലും ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാ മലയാളികളും ഈ ഉദ്യമത്തിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ അതിഥി ഇന്ന് നസീർ ഹുസൈൻ കിഴക്കേടത്താണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ബ്ലഡ് മണിയെ കുറിച്ചും വധശിക്ഷ ആവശ്യമുണ്ട്, ഒരു മനുഷ്യജീവന്റെ വില എത്രയാണ്, പിന്നെ കുറച്ച് സൈക്കോളജി ഒക്കെ അതിന്റെ സൈഡിലൂടെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ബ്ലഡ് മണി എന്നുള്ള ഒരു കാര്യം എങ്ങനെയാണ് വന്നത്? ബ്ലഡ് മണി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം എന്തെങ്കിലുമൊക്കെ അതിന്റെ തുടക്കം ഗോത്രവർഗത്തിൽ തന്നെയാണ്. ഈ ഗോത്ര ജീവിതങ്ങളിൽ പരസ്പരം ഞാൻ പറഞ്ഞില്ലേ, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ്. അതിനെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കമ്മോഡിറ്റിനെ മോണിറ്റൈസ് ചെയ്യും. ഒരു കമ്മോഡിറ്റിനെ ഇപ്പോ നമ്മള് ഇന്ത്യയിലെ സ്ത്രീധന ഇതെടുത്താല് നമ്മൾ ചെയ്യുന്നത് ഇത്ര പവൻ പൊന്നും ഇത്ര ലക്ഷം രൂപയും എന്നാണ്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണം ഇല്ലെങ്കിൽ ആ സ്ഥലം എഴുതി തന്നാലും മതി എന്നുള്ള തരത്തിൽ ബേസിക്കലി എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല് കമ്മോഡിറ്റിയും ക്യാഷും ഇന്റർചേഞ്ചബിൾ ആണ്. അപ്പൊ മനുഷ്യ ജീവനെ ഇവരൊരു കമ്മോഡിറ്റി ആയിട്ട് കാണുകയും ആ കമ്മോഡിറ്റിക്ക് പകരം പൈസ തരിക എന്നുള്ളൊരു ഇതാണ്. അപ്പോ അത് എഗെയിൻ ഇപ്പൊ സൗദി അറേബ്യയിലാണ് ഇപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു മുസ്ലിം മതത്തിലുള്ള യുവാവിനെയാണ്. ഞാനിവിടെ ഇരിക്കുന്നത് പക്ഷെ ഇതൊന്നും കൊണ്ടല്ല. ഞാനിവിടെ ഇരിക്കുന്നത് ഒരു എന്താ പറയാ ഹ്യൂമൻ റൈറ്റിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വധശിക്ഷ എന്ന് തോന്നുന്നത്. മാത്രമല്ല ഈ ബ്ലഡ് മണിയുടെ സ്റ്റാർട്ടിങ് ചോദിച്ചു തന്നിട്ട് ഞാൻ കഴിഞ്ഞ തവണ കുറച്ചു നേരം മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു ട്രൈബില് മറ്റൊരു ട്രൈബുമായിട്ട് ഒരു അനീതി നടന്നാൽ അതിന് പകരം മറ്റേ ട്രൈബിനെ പോയി കൊല്ലുകയും അവിടുത്തെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഒരു വലിയൊരു പതിപ്പാണ് എന്ന് തോന്നുന്നു നമ്മൾ ഗോദ്രയിൽ കണ്ടത്, ഗോദ്രയിലും ഗുജറാത്തിലും. ഇപ്പോ ആളുകൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഗോദ്രയിൽ ഒരു അനീതി നടക്കുന്നു, അതിന് പകരം നമ്മൾ ഗുജറാത്തിൽ മൊത്തം അനീതി നടത്തണം. ശരിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ രാജ്യം കത്തിച്ചാമ്പലായി. അതാണ് അവിടെ നടന്നത്. ശരിക്കും ഗുജറാത്തിന്റെ കാട്ടുനീതിയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 ട്രൈബുകൾ തമ്മിൽ സമാധാന സംഭാഷണം നടത്തുകയും അവിടേക്കാണ് ഈ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്. ഒരു ഭാഷയില് പരസ്പരം സമാധാനപൂർണമായി സംവദിച്ച് ആളുകൾക്ക് സമാധാനം കൊണ്ടുവരാനും ഈ അനീതിക്കെതിരെ വിത്തൗട്ട് ഡൂയിങ് എക്സാക്ട്ലി ദ സെയിം തിങ്, അയാൾക്ക് സംഭവിച്ച അതേ സംഭവം തന്നെ ഇയാൾ ചെയ്യാതെ നമുക്ക് എങ്ങനെ ഇതിലൊരു നീതി നടപ്പിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു മോഷണം നടക്കുന്നു, അതിനർത്ഥം നമ്മൾ അയാളുടെ വീട്ടിൽ പോയി മോഷ്ടിക്കുന്നതല്ല, നമ്മൾ അയാൾക്കൊരു ശിക്ഷ വാങ്ങി കൊടുക്കാം, അയാളെ പോയി ജയിലിലിടാം, ഇയാളെ ഒരു പരിവർത്തനം നടത്തി പുതിയൊരു മനുഷ്യനായി സമൂഹത്തിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ നടക്കുന്നുണ്ട്. ഫിൻലാൻഡിന്റെ കാര്യം ഞാൻ പിന്നെയും പറയുന്ന കാര്യം അവിടെ പഠിക്കാനും യൂണിവേഴ്സിറ്റി പോയി ഡിഗ്രി എടുക്കാനുള്ള അവസരം ഈ ഓപ്പൺ ജയിലിലെ ആളുകൾക്കുണ്ട്. പക്ഷെ അവിടം വരെ എത്തണമെങ്കിൽ നമ്മൾ അതിന് ഈ സോഷ്യോ എക്കണോമിക്കലായിട്ട് നമ്മളുടെ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുവരണം. ഒരു സെക്ഷൻ മാത്രം വളരാതെ മൊത്തം സെക്ഷൻ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോ ഈ ബ്ലഡ് മണിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ട്രൈബൽ തിങ്കിങ്ങിലാണ്. അതും കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇങ്ങനെയുള്ള നിയമങ്ങൾ മാറ്റേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് സ്ത്രീകളെ കമ്മോഡിറ്റി ആയിട്ട് കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ സ്ത്രീകളെ തുല്യ നീതി ഇല്ലാത്തവരായിട്ട് കാണുന്ന ഒരു കാര്യം കൂടി അതിലുണ്ട്. ഇപ്പോ ശരീഅത്ത് നിയമം അനുസരിച്ചിട്ട് നമ്മൾ സ്വത്ത് പങ്കുവെക്കുമ്പോൾ ഒരു കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിരുന്നു. നമ്മൾ വലിയ ചർച്ചയിലേക്ക് പോകും. അപ്പൊ അത് വലിയ ചർച്ചയുണ്ട്. നമുക്ക് അബ്ദുൾ റഹീമിന്റെ ഒരു കാര്യത്തിൽ തന്നെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം സോഷ്യൽ മീഡിയ, നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും നമ്മളെ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ് അറിയുന്നത്. പക്ഷെ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലായിരിക്കില്ല ചിലപ്പോൾ വരുന്നത്, കുഞ്ഞു കുഞ്ഞു വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിലൂടെയൊക്കെ പുറത്തു വരുന്ന കാര്യങ്ങൾ പലപ്പോഴും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, ഇപ്പൊ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. എത്ര
എത്ര ഫോട്ടോകൾ നമ്മൾ ഇട്ടു പോകുന്നു, നമ്മളുടെ പലതരത്തിലുള്ള ചാഞ്ഞും ചെരിഞ്ഞുള്ള ഫോട്ടോകൾ, നമ്മൾ എന്തെല്ലാം സന്തോഷങ്ങൾ അവിടെ പങ്കുവെക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു ദിവസമെങ്കിൽ അല്ലെങ്കിൽ ഇനിയുള്ള 2-3 ദിവസങ്ങളെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ്, വാട്സാപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, ഇൻസ്റ്റ ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഈ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായിട്ടുള്ള പണം സമ്പാദിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇടാനെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ മുസ്ലിം ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ അബ്ദുൾ റഹീം മുസ്ലിം ആയതുകൊണ്ടല്ല. ശരിക്കും പറഞ്ഞാല് ആ മതമായിട്ട് ശരിക്കും വലിയ ബന്ധമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നസീർ ഹുസൈൻ എന്നൊരു പേര് മാത്രമല്ലേ കൊണ്ട് നടക്കുന്നുള്ളൂ. ആ പേര് കൊണ്ടാണോ ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ആവർത്തിച്ച് പറയേണ്ടി വരുന്നില്ല എനിക്കത്, ഞാൻ മുസ്ലിം ആയതുകൊണ്ടല്ല ഇത് റിക്വസ്റ്റ് ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ. പക്ഷെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം പലവട്ടം അത് എടുത്തു പറഞ്ഞു, ഞാൻ മുസ്ലിം ആയതുകൊണ്ടോ അബ്ദുൾ റഹീം മുസ്ലിം ആയതുകൊണ്ടോ അല്ല ഞാനിവിടെ വന്ന് സംസാരിക്കുന്നതെന്ന്. ഇത് അബോധം ഇങ്ങനെ കിടക്കുകയാണോ അതോ എന്താ? അല്ല, എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മള് പലപ്പോഴും എന്റെ ഒരു പേര് വെച്ചിട്ട് ഞാൻ ഇതിന്റെ പേരിൽ വിമർശിക്കപ്പെടാറുണ്ട്. ഇപ്പൊ എന്റെ പേര് വെച്ചിട്ട് ഞാനിവിടെ വന്നിട്ട് മുസ്ലിം സംസാരിക്കുമ്പോൾ ആളുകളുടെ ആയതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത്? അതിൽ എനിക്ക് പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ശരീഅത്ത് നിയമങ്ങളോട് അസാധാരണമായി വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഞാനിവിടെ ഇരുന്നിട്ട് ഞാനൊരു മുസ്ലിം സഹോദരന് വേണ്ടി അല്ല, ഇത് എല്ലാവരും എന്റെ സഹോദരൻ, എല്ലാവരും. കാര്യം നമ്മള് സ്കൂളിൽ പഠിക്കുന്നില്ല, എല്ലാ ഭാരതീയരും മാത്രമല്ല, എന്റെ ഇന്ത്യക്കാരും മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും എനിക്ക് ഈക്വൽ ആണ്, എന്റെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു വിശാലമായ മാനവികത ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ സോഷ്യൽ മീഡിയ എത്രത്തോളം പവർഫുൾ ആണ്? അബ്ദുൾ റഹീമിന് വേണ്ടി അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു വളരെ ചുരുക്കമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. അയ്യോ, എനിക്കൊന്ന് സുനിതയേക്കാൾ കൂടുതൽ നന്നായിട്ടത് പറയാൻ ഞാൻ ആളല്ല. നമ്മൾ ഇത് ഷെയർ ചെയ്യുക. ശരിക്കും ഇതിന്റെ കണക്ക് നോക്കിയാൽ ഒരാൾ ഒരു 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി. 3 കോടി മനുഷ്യര് അല്ലേ? അതെ, 30 കോടി കിട്ടുക, 34 കോടിയാണ് കിട്ടേണ്ട പൈസ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ ഞാൻ അതിന്റെ കണക്ക് നോക്കുമ്പോൾ 4 ലക്ഷം ഇട്ടവരുണ്ട്, 2 ലക്ഷം ഇട്ടവരുണ്ട് ഇന്നത്തെ കണക്കിൽ. സോ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അപ്പൊ നമ്മള് 1 കോടി ഇട്ടു. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇത് 24,69,76,219 ആയിട്ട് ഉയർന്നും കഴിഞ്ഞു. ചെറിയ പൈസയാണെങ്കിൽ പോലും അതിൽ വീഴുന്നത് ഭയങ്കരമായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഒരു 1/2-3/4 മണിക്കൂർ കൊണ്ട് 25 കോടി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം പൈസ ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കിയതിന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ആപ്പിൾ നോക്കുമ്പോൾ മുഴുവൻ 2-3 ദിവസമായിട്ട് സമസ്തയുടെ ഏതെങ്കിലും ഒരു സെന്റർ ഇട്ട പൈസയാണ് അതിൽ ടോപ്പ് പൈസ ആയിട്ട് കിടക്കുന്നത്. ഇപ്പോഴും കാണുന്നത് സമസ്ത ഇസ്ലാമിക് സെന്റർ SIC 2 ലക്ഷം രൂപ ഇട്ടത് ഓരോ സമയത്തും പല സ്ഥലത്തുള്ള സമസ്തയുടെ. അത് എനിക്ക് തോന്നുന്നു ഈ സക്കാത്തിന്റെ ഒരു ഇതും കൂടി ഉണ്ട്. കാര്യം ഇസ്ലാമിൽ എനിക്ക് ഏറ്റവും നോമ്പുകാലായതുകൊണ്ടല്ലേ? നോമ്പുകാലായത് അബ്ദുൾ റഹീമിനെ സഹായിച്ചിട്ടുണ്ടാവുമോ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ? എനിക്ക് തോന്നുന്നു അത് തന്നെ ആവണമെന്നില്ല. പൊതുവെ ആളുകൾ സഹായ മനസ്സുകൾ. കാര്യം ഇപ്പോ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ എത്രയോ കോടി രൂപ കുറച്ചാണ് മുമ്പ് റൈസ് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള പിന്നെ ചില ആളുകളെ സംബന്ധിച്ചത് അങ്ങനെയുള്ള ആളുകൾ ചുരുക്കമായിരിക്കും. ഇപ്പോ മതത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാർ തെറ്റൊന്നുമില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം പറയുകയാണ് സക്കാത്ത് കൊടുക്കുന്നത്. കാര്യം എനിക്ക് ഇസ്ലാമിൽ എക്സാക്ട്ലി കാര്യം ഇസ്ലാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം സക്കാത്താണ്. നമ്മള് കൊടുക്കുക. എന്താ അതിന്റെ കാര്യം, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ ജോലി. അപ്പൊ നമ്മളൊക്കെ ഈ പലിശ വാങ്ങിക്കുകയും നമ്മള് എന്താ പറയുക ട്രേഡ് ചെയ്യുകയും അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആളുകളായി. അപ്പൊ അതിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ കൊറോണ കാലത്തൊക്കെ നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട്. ബട്ട് മനുഷ്യന് പൊതുവെ ആളുകളെ സഹായിക്കണം. നമ്മള് എന്താ പറയാ വേറെ വേർതിരിവുകൾ അതിൽ കൊണ്ടുവരാൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഹുസൈൻ മടവൂർ ഉസ്താദാണ് നമ്മുടെ അടുത്ത അതിഥി. അപ്പൊ നമുക്ക് ഇത് ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ആളുകളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീം സൗദിയിലെ ജയിലിലാണ് കഴിഞ്ഞ 18 വർഷമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 26 വയസ്സിൽ ജയിലിലായതാണ്. അദ്ദേഹത്തിന്റെ പ്രായമായ ഉമ്മ കഴിഞ്ഞ 2-3-4 ദിവസം, 5-6 മുമ്പത്തെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയും ഞാൻ കണ്ടു. മീഡിയ വൺ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ വിഷയം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോകൾ യൂട്യൂബിൽ തപ്പി നോക്കുമ്പോൾ വളരെ പഴയ വീഡിയോ വരെ കണ്ടിട്ടുണ്ട്. അവര് നിരന്തരം നമ്മളോട് ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ചെവിയിൽ വീഴാത്തതാണ്. കഴിഞ്ഞ 1 മാസമായിട്ട് മലയാളികൾ ഇതിന്റെ പുറകെ കൂടിയുള്ളൂ. അതിൽ തന്നെ ഇത്രയും വിസിബിലിറ്റി കിട്ടാൻ ബോബി ചെമ്മണ്ണൂരിന്റെ ഇടപെടല് ഉപകരിച്ചിട്ടുണ്ട്. അദ്ദേഹം 1 കോടി രൂപ ആദ്യം കൊടുത്തിട്ടാണ് ബാക്കി പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിയത് എന്നുള്ളത് ആളുകളുടെ ഒരു വിശ്വാസത്തെയും സ്നേഹമൊക്കെ വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഈ വഴിയിലൂടെ പോകുന്നവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ ഇടണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അബ്ദുൾ കരീമിന്റെ മോചനത്തിനായി 34 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്.
റിക്വസ്റ്റ് ചെയ്തോളൂ, അമേരിക്കയിലുള്ളവരോ ആരോടെങ്കിലും ഒക്കെ. യെസ്. അപ്പൊ അമേരിക്കയിലുള്ളവരും കേരളത്തിലുള്ളവരുമായ എന്നെ കേൾക്കുന്ന മട്ടാഞ്ചേരിക്കാരെ വിട്ടുകളയണ്ട കേട്ടോ, മട്ടാഞ്ചേരിക്കാരെ അടിപൊളിയാണ്. മട്ടാഞ്ചേരിക്കാർ രക്ഷയില്ലാത്ത ആൾക്കാർ. അത് അവിടെ തന്നെ അനുഭവിച്ചു തന്നെ അറിയണം. അത് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോ എല്ലാവരും ഈ ഉദ്യമത്തിൽ സഹകരിക്കുക. ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയാണ്. അതിന് പ്രത്യേകിച്ച് നമുക്ക് വിലയിടാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കയ്യിലുള്ള എത്ര തുകയാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത്രയും തുകയിട്ട് നമുക്ക് സഹകരിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും സന്തോഷമുള്ള, കേരളത്തിന് അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കാവുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഈ ഒരു റിലീസിലൂടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. രാഷ്ട്രീയക്കാര് ശരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ടല്ലേ, രാഷ്ട്രീയ നേതൃത്വം. തീർച്ചയായിട്ടും. എനിക്കൊന്ന് അവർ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണെന്ന് ഈ തോന്നുന്നു. സമയത്തല്ലേ ഇടപെടേണ്ടത്, ഇപ്പോഴല്ലേ അവരുടെ നന്മയും മനുഷ്യത്വം കഴിവും കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഇത് അങ്ങനെ ആവുന്നതാണ്. ഒരു കേട്ട് വരുന്നേ ഉണ്ടാവുള്ളൂ മിക്കവാറും. 24,74,72,800 നേരം വെളുത്തതോടെ ഫാസ്റ്റ് ആയിട്ടാണ് പൈസ വരുന്നത്. എനിക്ക് തോന്നുന്നു രാവിലെ ആളുകൾ എണീക്കുമ്പോഴേ വെള്ളിയാഴ്ച കൂടിയാണല്ലോ കുറച്ച് സ്ലോ ആയിരുന്നു. ഇപ്പൊ നേരം വെളുത്തപ്പോ പടപടാന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. എല്ലാം തിരിഞ്ഞാ കാണുക അല്ലെ സ്ക്രീനിൽ ഞാൻ കാണിക്കുമ്പോ. ഇല്ല കറക്റ്റ് ആയിട്ടാ എനിക്കാണ് ഇവിടെ തിരിച്ച് സ്പീഡായിട്ടാ നോക്കും അത് കൂടുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. വെരി നൈസ്. ശരിക്കും കുട്ടികളിലേക്കും കൂടെ എത്തിക്കാവുന്ന ഒരു മെസ്സേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കില്ലേ കോളേജുകളിലും കുട്ടികളിലേക്കും അത് എത്താത്തത്. ഒരു വിഷയമാണ് വെക്കേഷൻ. ഇപ്പൊ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള മലയാളികളും കുട്ടികളും ആണെങ്കിൽ അവര് പണിയെടുക്കുന്നവരാണ് പാർട്ട് ടൈം. അവർക്ക് വളരെ ചെറിയതായ തോതിൽ ഒരു പൈസ കൊടുക്കാൻ പറ്റും. സാറ്റർഡേ സൺഡേ ജോലി ചെയ്ത പൈസ അവർ കൊടുക്കാൻ മതി. അത് വലിയ പൈസയാണ്. കേരളത്തിലെ കുട്ടികൾക്ക് പൈസ ഉണ്ടോന്ന് എനിക്കറിയില്ല. വീട്ടിൽ പോയി ചോദിക്കേണ്ടി വരും എന്താണെങ്കിലും. നമുക്ക് കുടുക്ക പൊട്ടിച്ചു കൊടുത്താലും ബെസ്റ്റാണ്. കുടുക്ക പൊട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ വിളിച്ചപ്പോ ഓടി വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറെ നല്ല കാര്യങ്ങൾ സംസാരിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട പല പല കഷ്ണങ്ങളും ഉണ്ട്. അതൊക്കെ ഞാൻ കട്ട് ചെയ്തിടും ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി. അപ്പൊ പ്രിയപ്പെട്ട മനുഷ്യരെ, ആരെങ്കിലും ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരാളാണെങ്കിൽ പോലും എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം ആക്റ്റീവായി നിൽക്കുകയും ഒരു സോഷ്യൽ മീഡിയ ജീവിയായിട്ട് കഴിഞ്ഞ ഒരു 5-8-10 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സമയത്ത് ഈ ഒരു സ്പേസ്, എൻ്റെ ഈ ഇടം ഇതിനു വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഭയങ്കര കുറ്റബോധം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം നിരന്തരം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെ ചീത്ത പറയാൻ, കുറ്റം പറയാൻ, നിസ്സാരമായ വീഴ്ചകൾക്ക് അവരെ കുറ്റവിചാരണ ചെയ്യാനൊക്കെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം പറയാനും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് മനുഷ്യ സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു നാട് മുഴുവൻ നെട്ടോട്ട് ഓടുമ്പോൾ ഞാനും കൂടെ അതിൽ പങ്കാളിയായില്ലെങ്കിൽ എനിക്ക് നാളെ മുതൽ നിങ്ങളോട് വന്ന് നീതിയുടെയും നന്മയുടെയും കരുണയുടെയും കാരുണ്യത്തിന്റെയും ഒന്നും കഥകൾ പറയാനുള്ള അർഹത ഇല്ലാതായി പോകും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു. ഇതിൽ പങ്കെടുത്ത നസീർ ഹുസൈൻ കിഴക്കേടത്തിന് പ്രത്യേക താങ്ക് യു. ഇപ്പൊ വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളായിട്ട് വരണം കേട്ടോ. ശരിക്കും കഥകൾ കേൾക്കാൻ നല്ല രസമാണ്. ഹിസ്റ്ററിയും സൈക്കോളജിയും രാഷ്ട്രീയവും കൂടി കൂട്ടിയിട്ടുള്ള. നമ്മളുടെ കയ്യിൽ നിന്നൊന്നും ഇടുന്നില്ല. എല്ലാം പുസ്തകം വായിച്ചിട്ടുള്ള കാര്യങ്ങൾ വേറെ ആളുകൾ എഴുതിയത് വായിക്കുന്നു, നിങ്ങളോട് പറയുന്നു. അത് വലിയ കാര്യമാണ്. കാരണം ഇപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചു പോകാൻ എത്ര സമയം എടുക്കും. പക്ഷെ ഒരാൾ വായിച്ചിട്ട് അത് ആറ്റിക്കുറുക്കി പറയുമ്പോൾ അത് കേൾക്കാൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ഉണ്ട്. അത് വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ ഈ സമയത്ത്. നസീർ ഹുസൈനെ അറിയാത്തവർക്ക് അദ്ദേഹത്തെ ഫോളോ ചെയ്യാവുന്നതാണ്. അദ്ദേഹം ഭയങ്കര അടിപൊളിയായിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന ആളാണ്. വീഡിയോ ഒക്കെ ചെയ്യുന്നത് കുറവാണ്, പക്ഷെ അടിപൊളിയായിട്ട് എഴുതും. വലിയ വലിയ പാരഗ്രാഫുകളിൽ എഴുതിയിട്ടുണ്ടാവും. ഇദ്ദേഹം കാലങ്ങളായിട്ട് വായിച്ച അറിവുകൾ, കേട്ട അറിവുകൾ, കണ്ട അറിവുകൾ നമുക്ക് വളരെ ചുരുക്കി ആറ്റിക്കുറുക്കി എടുക്കും. നമുക്ക് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്താൽ കിട്ടുന്ന ഇൻഫർമേഷൻ അവിടെ പോയി അരമണിക്കൂർ കൊണ്ട് ഒരു പോസ്റ്റ് വായിച്ചാൽ കിട്ടുമ്പോൾ ഞാൻ എല്ലാവരും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് വിടുകയാണ്. നസീർ ഹുസൈൻ കിഴക്കേടത്ത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.